ബയോളജി ചാപ്റ്റർ 4 കീപ്പിംഗ് ഡിസീസസ് എവേ എന്ന ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫോക്കസ് ഏരിയ പോർഷൻസ് ഒന്ന് നോക്കാം. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ട്യൂബർകുലോസിസ്, എയ്ഡ്സ്, മലേറിയ കോസറ്റീവ് ഓർഗാനിസംസ്, സിംറ്റംസ്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ജനറ്റിക് ഡിസീസസ്, ഹീമോഫീലിയ, ക്യാൻസർ കോസസ് ആൻഡ് ട്രീറ്റ്മെന്റ്. ഇത്ര പോർഷൻസ് മാത്രമേ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ട്യൂബർകുലോസിസ് അല്ലെങ്കിൽ ക്ഷയരോഗം. അപ്പോൾ ഈ ഒരു ട്യൂബർകുലോസിന്റെ പാത്തോജൻ അല്ലെങ്കിൽ ആ ഒരു രോഗകാരി അല്ലെങ്കിൽ ആ രോഗാണു ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഇനി ഈ ഒരു ട്യൂബർകുലോസിന്റെ മേജർ സിംറ്റംസ് അല്ലെങ്കിൽ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ലോസ് ഓഫ് ബോഡി വെയ്റ്റ്, ശരീരത്തിന് ഭാരം കുറയുന്നു, ഫറ്റീഗ് ക്ഷീണം, പെർസിസ്റ്റന്റ് കഫ് തുടർച്ചയായ അല്ലെങ്കിൽ സ്ഥിരമായ ചുമ. ഇവയൊക്കെയാണ് ഇതിന്റെ മേജർ സിംറ്റംസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇനി ഈ ഒരു ട്യൂബർകുലോസിസ് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ് എങ്ങനെയാണ് പകരുന്നത്? ട്യൂബർകുലോസിസ് മെയിൻലി ട്രാൻസ്മിറ്റ് ത്രൂ ദ patient speaks, coughs or sneezes. The pathogen spread into the air and thereby to other. എന്താണ്? ഈ ഒരു രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ ഈ ഒരു പാത്തോജൻ അല്ലെങ്കിൽ ഈ ഒരു രോഗാണു വായുവിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ആവും. ഇങ്ങനെയാണ് ഈ ഒരു ഡിസീസസ് സ്പ്രെഡ് ആവുന്നത് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ്? when the patient coughs, speaks or sneezes, the pathogen spread into the air and thereby to others. ഇനി ഏതൊക്കെ ഓർഗൻസ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ ബോഡി പാർട്സ് ആണ് ഈ ഒരു ട്യൂബർകുലോസിസ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നത്? ഏതൊക്കെയാണ്? മെയിൻ ആയിട്ടും ദ ട്യൂബർകുലോസിസ് മെയിൻലി അഫക്ട് ദ ലങ്സ്. മെയിൻ ആയിട്ടും ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശത്തെയാണ് മെയിൻ ആയിട്ടും ബാധിക്കുന്നത്. പിന്നെ കിഡ്നിയെയും ബോൺസിനെയും ജോയിന്റ്സിനെയും ബ്രെയിൻസിനെയൊക്കെ അത് ബാധിക്കാറുണ്ട്. മെയിൻ ആയിട്ടും എവിടെയാണ് ബാധിക്കുന്നത്? ലങ്സിലാണ് ബാധിക്കുന്നത്. ഇനി ഈ ഒരു ട്യൂബർകുലോസിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്? ട്രീറ്റ്മെന്റ് ബൈ അഡ്മിനിസ്ട്രിങ് ആന്റിബയോട്ടിക്സ്. എന്താണ്? ആന്റിബയോട്ടിക്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സ. അതാണ് ഈ ഒരു ട്യൂബർകുലോസിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ട്യൂബർകുലോസിന് ഒരു വാക്സിൻ ഉണ്ട്. ഒരു വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏതാണ് ആ വാക്സിൻ? BCG. BCG is used as the preventive vaccine against tuberculosis. BCG ആണ് ട്യൂബർകുലോസിനെതിരായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ. അപ്പോൾ ട്യൂബർകുലോസിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ട പോർഷൻ എയ്ഡ്സ്. അപ്പോൾ എയ്ഡ്സ് acquired immunodeficiency syndrome is a dreadful disease that has gripped the world by fear. അപ്പോൾ എയ്ഡ്സിൻ്റെ ഫുൾ ഫോം ആണ് അക്വേർഡ് ഇമ്മ്യൂണോഡെഫിഷ്യൻസി സിൻഡ്രോം. അപ്പോൾ ഈ ഒരു രോഗം ഒരു കാലത്ത് ഈ ഒരു ലോകത്തെ മുഴുവൻ തന്നെ ഭീതിയിലാഴ്ത്തിയ ഒരു രോഗമാണ് എയ്ഡ്സ്. Lymphocytes plays a major role in providing immunity to the body. അപ്പോൾ നമ്മുടെ ഒരു ശരീരത്തിനുള്ള എന്താണ് രോഗപ്രതിരോധ ശേഷി നൽകുന്നത് ലിംഫോസൈറ്റുകളാണ്. എന്താണ്? ലിംഫോസൈറ്റുകളാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി. നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്നത് ലിംഫോസൈറ്റുകളാണ്. ഓക്കെ. HIV, human immunodeficiency virus, enters the body and multiplies using the genetic mechanism of lymphocytes. നമ്മൾ പറഞ്ഞു ലിംഫോസൈറ്റുകളാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി, നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്നത്. ഈ HIV എന്ന് പറയുന്ന ഒരു വൈറസ് ഉണ്ട്. HIV ഫുൾ ഫോമാണ് ഹ്യൂമൻ ഇമ്മ്യൂണോഡെഫിഷ്യൻസി വൈറസ്. ഈ ഒരു വൈറസ് നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്യും യൂസിങ് ദ ജനറ്റിക് മെക്കാനിസം ഓഫ് ദ ലിംഫോസൈറ്റ്. ലിംഫോസൈറ്റുകളുടെ ജനറ്റിക് മെക്കാനിസം
എന്താണ് ജനിതക സംവിധാനം ഉപയോഗിച്ച് ഈ ഒരു എയ്ഡ്സിന് കാരണമാകുന്ന HIV ഇങ്ങനെ എന്താണ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. Hence, the number of lymphocytes decreases considerably and reduces the immunity of the body. അപ്പോൾ ഈ ഒരു ലിംഫോസൈറ്റുകളുടെ എന്താണ് ജനറ്റിക് മെക്കാനിസം യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറഞ്ഞ് വരികയും അത് ആ കുറഞ്ഞു വരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു ബോഡിയുടെ ഇമ്മ്യൂണിറ്റിയും കുറഞ്ഞു വരും. കാരണം ലിംഫോസൈറ്റുകളാണല്ലോ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ലിംഫോസൈറ്റുകൾ കുറയുന്നു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇമ്മ്യൂണിറ്റി അവിടെ കുറയുന്നു. Various other pathogens which enter the body in such a situation make the condition of AIDS even more fatal. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഒരു തരത്തിലുള്ള രോഗങ്ങളൊന്നും പിടിപെടാത്തത്. ഈ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്ന ബോഡിയിൽ ഏതൊരു ഡിസീസ് വന്നാലും അത് ഒരുപാടങ്ങ് മാരകമായി തീരും. അപ്പോൾ ഈ ഒരു ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മറ്റ് രോഗങ്ങളും എന്ത് ചെയ്യും? ശരീരത്തിലേക്ക് പ്രവേശിക്കും. അത് ഈ ഒരു എയ്ഡ്സ് എന്ന അവസ്ഥയെ ഒരുപാട് മാരകമാക്കി തീർക്കും. ഇതാണ് എയ്ഡ്സ്. അപ്പോൾ എയ്ഡ്സ് എന്താണ്? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. അത് അല്ലെങ്കിൽ അതിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഓക്കെ, അടുത്ത പോർഷനായിട്ടുള്ള മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് എയ്ഡ്സ് നമുക്ക് നോക്കാം. അപ്പോൾ എയ്ഡ്സ് എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് പകരുന്നത് എന്നുള്ള ഒരു 4 മെത്തേഡ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് ത്രൂ സെക്ഷൽ കോണ്ടാക്ട് വിത്ത് HIV ഇൻഫെക്റ്റഡ് പേഴ്സൺ. അതായത് HIV ബാധിതനായ ഒരു വ്യക്തിയുമായുള്ള സെക്ഷൽ കോണ്ടാക്ട് വഴി എയ്ഡ്സ് പകരാം. സെക്കൻഡ് പോയിന്റ്, ഫ്രം HIV ഇൻഫെക്റ്റഡ് മദർ ടു ഫീറ്റസ്. അതായത് HIV ബാധിതയായ ഒരു അമ്മയിൽ നിന്നും ആ ഒരു ഗർഭസ്ഥ ശിശു ഫീറ്റസിലേക്ക് പകരാം. തേർഡ് പോയിന്റ്, ബൈ ഷെയറിംഗ് നീഡിൽസ് ആൻഡ് സിറിഞ്ചസ് കണ്ടാമിനേറ്റഡ് വിത്ത് HIV കമ്പോണൻസ്. അതായത് HIV കമ്പോണൻസ് ഉള്ള സൂചിയും സിറിഞ്ചും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്ന വഴി എന്ത് പകരാം? ഈ ഒരു എയ്ഡ്സ് പകരാം. ഫോർത്ത് ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, ത്രൂ ദ റിസപ്ഷൻ ഓഫ് ബ്ലഡ് ആൻഡ് ഓർഗൻസ് കണ്ടാമിനേറ്റഡ് വിത്ത് HIV. HIV അടങ്ങിയ ബ്ലഡും ഓർഗൻസും ഒക്കെ സ്വീകരിക്കുന്നതിലൂടെ തന്നെ ഈ ഒരു എയ്ഡ്സ് പകരാം. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? through the sexual contact with HIV infected person, from HIV infected mother to fetus, by sharing needle and syringe contaminated with HIV components, through the reception of blood and organs contaminated with HIV. These are the different mode of transmission of AIDS. ഇപ്പോൾ നമ്മൾ പഠിച്ചത് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് എയ്ഡ്സ്, അതായത് എയ്ഡ്സ് എങ്ങനെയൊക്കെ പകരുന്നു. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എയ്ഡ്സ് എങ്ങനെയൊക്കെ പകരില്ല എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നോക്കാം. ബൈ ടച്ച്, ഷേക്കിംഗ് ഹാൻഡ്സ്, കഫിംഗ്, സ്നീസിങ്. അതായത് ഒരു HIV ഇൻഫെക്റ്റഡ് പേഴ്സണെ ടച്ച് ചെയ്തെന്ന് വിചാരിച്ച് എന്ത് പകരില്ല? എയ്ഡ്സ് പകരില്ല. അവരുമായി ഷേക്കിംഗ് ഹാൻഡ്സ്, ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത് വഴി എയ്ഡ്സ് പകരില്ല. കഫിംഗ്, അയാൾ ചുമച്ചു എന്ന് കരുതി എയ്ഡ്സ് പകരില്ല. സ്നീസിങ്, അയാൾ തുമ്മി എന്ന് കരുതി എയ്ഡ്സ് പകരില്ല. ഫസ്റ്റ് പോയിന്റ്, ബൈ ടച്ച്, ഷേക്കിംഗ് ഹാൻഡ്സ്, കഫിംഗ്, സ്നീസിങ് എക്സെട്ര. രണ്ടാമത്തെ സെക്കൻഡ് പോയിന്റ്, ത്രൂ ഇൻസെക്ട്സ് ലൈക്ക് മൊസ്കിറ്റോസ്, ഹൗസ് ഫ്ലൈസ് എക്സെട്ര. ഈ കൊതുക്, ഈച്ച തുടങ്ങിയ ഇൻസെക്റ്റ് വഴിയൊന്നും ഈ ഒരു എയ്ഡ്സ് പകരില്ല. ഓക്കെ, അടുത്ത നെക്സ്റ്റ് പോയിന്റ്, ബൈ സ്റ്റേയിങ് ടുഗദർ ആൻഡ് ഷെയറിങ് ഫുഡ്. HIV ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളൊരു പേഴ്സണുമായിട്ട് നമ്മൾ അവരുടെ കൂടെ ഒരുമിച്ച് താമസിക്കുന്നതിലോ അവരുമായി ആഹാരം പങ്കിടുന്ന വഴിയോ എന്ത് പകരില്ല? എയ്ഡ്സ് പകരില്ല. ബൈ സ്റ്റേയിങ് ടുഗദർ ആൻഡ് ഷെയറിങ് ഫുഡ്. നെക്സ്റ്റ് പോയിന്റ്, ബൈ യൂസിങ് ദ സെയിം ടോയ്ലറ്റ്. ഒരേ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിലൂടെയും എയ്ഡ്സ് പകരില്ല.
പിന്നെ ലാസ്റ്റ് പോയിന്റ്, ബൈ ടേക്കിംഗ് ബാത്ത് ഇൻ ദ സെയിം പോണ്ട്. ഒരേ പോണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരേ കുളത്തിൽ നിന്ന് കുളിക്കുന്നവരുടെയോ ഏത് പകരില്ല? എയ്ഡ്സ് പകരില്ല. അപ്പോൾ നമ്മൾ എയ്ഡ്സ് പേഷ്യൻസിനെ ഈ ഒരു സമൂഹത്തിൽ നിന്നും ഐസൊലേറ്റ് ചെയ്യുന്നത് ശരിയാണോ? അല്ല, അല്ലെ? ഇത് പകരുന്ന രീതികൾ മുകളിൽ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ എയ്ഡ്സ് രോഗികളെ നമ്മൾ ഒരിക്കലും ഐസൊലേറ്റ് ചെയ്ത് മാറ്റി നിർത്തരുത് അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തരുത്. അവരെ നമ്മളെ പോലെ തന്നെ കാണുക. ഓക്കെ, നമ്മുടെ അടുത്ത ഫോക്കസ് ഏരിയ പോർഷൻ ആയിട്ടുള്ള മലേറിയ നമുക്ക് പഠിക്കാം. അപ്പോൾ മലേറിയ പഠിക്കുന്നതിന് മുമ്പായിട്ട് മലേറിയ ഒരു പ്രോട്ടോസോവൻ ഡിസീസാണ്. മലേറിയ ഒരു പ്രോട്ടോസോവൻ ഡിസീസാണ്. അപ്പോൾ എന്താണ് പ്രോട്ടോസോവൻസ്? The protozoans are unicellular eukaryotes. പ്രോട്ടോസോവൻസ് എന്നത് ഒരു സെല്ലുള്ള, യൂണിസെല്ലുലാർ മീൻസ് ഒരു സെല്ലുള്ള ഏകകോശ ജീവികളാണ്. എങ്ങനെയുള്ളത്? യൂക്കാരിയോട്സ് ആണ്. യൂക്കാരിയോട്സ് എന്ന് വെച്ചാൽ ഡെഫിനറ്റ് ന്യൂക്ലിയസും മറ്റ് സെൽ ഓർഗനൽസും ഉള്ള ജീവികളെയാണ് എന്തെന്ന് പറയാ? യൂക്കാരിയോട്സ് എന്ന് പറയാം. അപ്പോൾ പ്രോട്ടോസോവൻസ് യൂണിസെല്ലുലാർ യൂക്കാരിയോട്സ് ആണ്, ഏകകോശ യൂക്കാരിയോട്സുകളാണ്. ഓക്കെ, മലേറിയ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ ഡിസീസ് കോസ്ഡ് ബൈ പ്രോട്ടോസോവ. അപ്പോൾ പ്രോട്ടോസോവൻസ് വഴി ഉണ്ടാകുന്ന ഒരു ഡിസീസിന് എക്സാമ്പിൾ ആണ് ഏത്? മലേറിയ. ഓക്കെ, അപ്പം നമുക്ക് പഠിക്കാനുള്ളത് മലേറിയ ആണ്. അപ്പോൾ മലേറിയയുടെ പാത്തജൻ, രോഗകാരി ഏതാണ്? പ്ലാസ്മോഡിയം. ഇമ്പോർട്ടൻ്റ് ആണേ. മലേറിയയുടെ പാത്തജൻ ഏതാണ്? പ്ലാസ്മോഡിയം. ഇനി ആ ഒരു മലേറിയ ഇൻഫെക്ഷൻ എന്താണ് പരത്തുന്ന അല്ലെങ്കിൽ അതിൻ്റെ വാഹകർ, വെക്റ്റർ ആരാന്നറിയോ? ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ. ആരാണ് ഈ ഒരു മലേറിയൽ ഇൻഫെക്ഷൻ്റെ വെക്റ്റർ? ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ. അപ്പോൾ പാത്തജൻ പ്ലാസ്മോഡിയം, വെക്റ്റർ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ. ഇനി ഇത് ഏത് ജീവികളിലാണ് കൂടുതലും ബാധിക്കുന്നത്? അതിൻ്റെ ഹോസ്റ്റ് ആരാണ്? ഈ ഒരു മലേറിയയുടെ ഹോസ്റ്റ് ആരാണ്? ആരാണ്? ഹ്യൂമൻ, മനുഷ്യരാണ് ഈ ഒരു മലേറിയയുടെ ഹോസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ മലേറിയ ഒരു പ്രോട്ടോസോവൻ ഡിസീസ് ആണ്. മലേറിയ പരത്തുന്ന പാത്തജൻ ഏതാണ്? പ്ലാസ്മോഡിയം, വെക്റ്റർ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ, ഹോസ്റ്റ് ഹ്യൂമൻ. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ? മലേറിയ ഉണ്ട് എന്ന് പറയാനുള്ള ലക്ഷണങ്ങൾ ഏതൊക്കെയാണ്? ഹൈ ഫീവർ വിത്ത് ഷിവറിംഗ് ആൻഡ് പ്രൊഫ്യൂസ് സ്വെറ്റിംഗ് ആർ ദ മേജർ സിംറ്റംസ് ഓഫ് മലേറിയ. എന്താണ് ഹൈ ഫീവർ വിത്ത് ഷിവറിംഗ് മീൻസ്? ഷിവറിംഗ് വിറയൽ, വിറയലോട് കൂടിയ പനി. പ്രൊഫ്യൂസ് സ്വെറ്റിംഗ്, അമിതമായിട്ട് വിയർക്കുക. ഇവയൊക്കെയാണ് ഈ ഒരു മലേറിയ അല്ലെങ്കിൽ ഈ ഒരു മലമ്പനിയുടെ മുഖ്യമായിട്ടുള്ള ലക്ഷണങ്ങൾ അല്ലെങ്കിൽ മേജർ സിംറ്റംസ്. അപ്പോൾ എന്തൊക്കെയാണ്? ഹൈ ഫീവർ വിത്ത് ഷിവറിംഗ് ആൻഡ് പ്രൊഫ്യൂസ് സ്വെറ്റിംഗ് ആർ ദ മേജർ സിംറ്റംസ് ഓഫ് മലേറിയ. അതർ സിംറ്റംസ്, മറ്റ് ചില ലക്ഷണങ്ങളാണ് അല്ലെങ്കിൽ അനുബന്ധമായിട്ടുള്ള ലക്ഷണങ്ങളാണ് ഹെഡേക്ക്, തലവേദന, വൊമിറ്റിംഗ്, ഛർദി, ഡയറിയ, വയറിളക്കം, അനീമിയ, വിളർച്ച. അപ്പോൾ ഇത് മറ്റു ചില ലക്ഷണങ്ങളാണ്. പ്രധാനമായിട്ടും ഹൈ ഫീവർ വിത്ത് ഷിവറിംഗ്, അതായത് വിറയലോട് കൂടിയ പനിയും, പ്രൊഫ്യൂസ് സ്വെറ്റിംഗ്, അമിതമായിട്ടുള്ള വിയർപ്പും. ഇതാണ് മേജർ സിംറ്റംസ് ഓഫ് മലേറിയ. ഇനി അടുത്തതായി നമുക്ക് പഠിക്കേണ്ടത് നോൺ പാത്തോജനിക് ഡിസീസുകളിലെ ജനറ്റിക് ഡിസീസുകൾ എന്ന സെക്ഷനിലെ ഹീമോഫീലിയയാണ്. ഹീമോഫീലിയ മാത്രമേ നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അത് പഠിക്കാം. അപ്പോൾ എന്താണ് നോൺ പാത്തോജനിക് ഡിസീസ്? എന്താണ്? അതായത് രോഗാണുക്കൾ ഇല്ലാതെയും പിടിപെടുന്ന രോഗങ്ങൾ. നമ്മൾ നേരത്തെ മൊത്തം പാത്തോജനിക് ഡിസീസുകളാണ് പഠിച്ചത്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് നോൺ പാത്തോജനിക് ഡിസീസസ് ആണ്, രോഗാണുകൾ ഇല്ലാതെയുള്ള രോഗങ്ങൾ. ഏതൊക്കെയാണവ? ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ജനറ്റിക് ഡിസീസസ്,
ഒക്കുപേഷണൽ ഡിസീസസ് ആൻഡ് ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ്. അപ്പൊ എന്തൊക്കെയാണ് നോൺ പാത്തോജനിക് ഡിസീസസ്? ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ജീവിത ശൈലി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ അല്ലെ. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് മീൻസ് ജീവിത ശൈലി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ. ജനറ്റിക് ഡിസീസസ്, നമ്മുടെ ജനിതകപരമായിട്ടുള്ള രോഗങ്ങൾ. ഒക്കുപേഷണൽ, തൊഴിൽ പരമായിട്ടുള്ള രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. പിന്നെ ഏതാ? ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ്, ന്യൂട്രിയൻസിന്റെ അപര്യാപ്തത, ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ്. അപ്പോൾ 4 തരത്തിലുള്ള നോൺ പാത്തോജനിക് ഡിസീസുകളുണ്ട്. ഏതൊക്കെയാണവ? ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ജനറ്റിക് ഡിസീസസ്, ഒക്കുപേഷണൽ ഡിസീസസ് ആൻഡ് ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ്. ഓക്കെ, അതില് ജനറ്റിക് ഡിസീസസ് എന്ന ടോപ്പിക്കില് ഹീമോഫീലിയ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അവിടെ ജനറ്റിക് ഡിസീസസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, നമുക്കത് നോക്കാം. ജനറ്റിക് ഡിസീസസ് ആർ കോസ്ഡ് ബൈ ഡിഫക്ട്സ് ഇൻ ദ ജീൻസ് ദാറ്റ് കൺട്രോൾ ദ സെല്ലുലാർ ആക്ടിവിറ്റീസ്. നമ്മുടെ ഈ ഒരു സെല്ലുലാർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഈ ഒരു സെൽസിന്റെ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന കുറച്ച് ജീനുകളുണ്ട്. ആ ജീനുകൾക്ക് വല്ല തകരാറുകൾ സംഭവിക്കുമ്പോഴാണ് ഈ ഒരു ജനറ്റിക് ഡിസീസുകൾ ഉണ്ടാകുന്നത്, ഈ ഒരു ജനിതക രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ എക്സെട്ര ആർ ദ എക്സാമ്പിൾസ് ഓഫ് ദീസ് ജനറ്റിക് ഡിസീസസ്. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ ഇവയൊക്കെയാണ് ഈ ഒരു ജനറ്റിക് ഡിസീസസിന്റെ എക്സാമ്പിൾ. ഇതിൽ നമുക്ക് സിക്കിൾ സെൽ അനീമിയ ഫോക്കസ് ഏരിയയിൽ ഇല്ല, ഫോക്കസ് ഏരിയയിൽ ഉള്ളത് ഹീമോഫീലിയ ആണ്. അപ്പോൾ എന്താണ് ഹീമോഫീലിയ എന്ന് നോക്കാം. ബ്ലഡ് ക്ലോട്ട്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം പ്രോട്ടീൻസ് പ്രസന്റ് ഇൻ ബ്ലഡ് പ്ലാസ്മ. അപ്പോൾ എന്താണ് ആദ്യമായിട്ട് പറയുന്നത്? ഈ ഒരു ബ്ലഡ് ക്ലോട്ട് എന്ന് വെച്ചാൽ എന്താണ്? രക്തം കട്ട പിടിക്കുന്നത്. അത് പ്ലാസ്മയിൽ ചില പ്രോട്ടീൻസ് ഉണ്ട്, ഫൈബ്രിനോജൻ, അതിന്റെ സഹായത്തോടെയാണ് രക്തം കട്ട പിടിക്കുന്നത്. ഓക്കെ, what will happen when the genes that control protein synthesis become defective? അപ്പൊ ഇങ്ങനെയുള്ള ഈ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഈ പ്രോട്ടീനുകളുടെ ഈ ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്ന ജീനുകൾ എന്താ ഡിഫക്റ്റീവ് അല്ലെങ്കിൽ തകരാറ് സംഭവിച്ചാൽ എന്ത് ചെയ്യും? അതാണ് ഇന്ന് നോക്കുന്നത്. Hemophilia is the condition in which excess blood is lost even through minor wounds. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായിട്ട് നമുക്ക് ബ്ലഡ് ലോസ് ചെയ്യുന്ന ഒരു രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. എന്താണ്? ഹീമോഫീലിയ is the condition in which excess blood is lost even through minor wounds. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായിട്ട് രക്തം നഷ്ടപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. As the hemophilia is a genetic disease, a complete cure is not possible at present. അപ്പോൾ ഹീമോഫീലിയ ഒരു ജനറ്റിക് ഡിസീസ് ആയതുകൊണ്ട് തന്നെ, ഒരു ജനിതക രോഗമായതുകൊണ്ട് തന്നെ അതിന് കംപ്ലീറ്റ് ആയിട്ടൊരു ചികിത്സ ഇപ്പോൾ നിലവിലില്ല. ഓക്കെ, ടെമ്പററി റിലീഫ് ഈസ് ബ്രോട്ട് ഇൻ ബൈ ഐഡന്റിഫൈങ് ആൻഡ് ഇൻജെക്ടിങ് ദ ഡിഫക്റ്റീവ് പ്രോട്ടീൻ. അതായത് ഈ ഒരു തകരാറിലായ ഒരു പ്രോട്ടീൻ കുത്തിവെക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അതുവഴിയാണ് ഈ ഒരു രോഗത്തിനൊരു താൽക്കാലിക ഒരു ടെമ്പററി റിലീഫ് കിട്ടുന്നത്. അല്ലാതെ ഇതിന് കംപ്ലീറ്റ് ആയിട്ടൊരു ട്രീറ്റ്മെന്റോ ഒന്നും ഇല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലവിലില്ല. ഏത് പ്രോട്ടീനാണോ തകരാറിലായത് അതിനെ കുത്തിവെക്കും, ഇൻജെക്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ അത് ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിനെ ഇൻജെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹീമോഫീലിയ is the condition in which excess blood is lost even through minor wounds. Hemophilia is a genetic disease. A complete cure is not possible at present. Temporary relief is brought in by identifying and injecting the deficient protein. നമ്മുടെ ലാസ്റ്റ് ഫോക്കസ് ഏരിയ പോർഷൻ ആയിട്ടുള്ള ക്യാൻസർ നമുക്ക് നോക്കാം. അപ്പൊ ക്യാൻസർ എന്താണ്? നമുക്ക് കേട്ട് കേൾവിയുള്ള ഒരു ജനറ്റിക് ഡിസീസ് ആണ് ക്യാൻസർ. അപ്പൊ എന്താണ് ക്യാൻസർ എന്ന് നോക്കാം. ക്യാൻസർ ഈസ് കോസ്ഡ് ബൈ ദ അൺകൺട്രോൾഡ് ഡിവിഷൻ ഓഫ് ദ സെൽസ് ആൻഡ് ദെയർ സ്പ്രെഡ് ടു അതർ ടിഷ്യൂസ്. എന്താണ്?
അൺകൺട്രോൾഡ് ഡിവിഷൻ, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രയും ഈ സെൽസ് ഡിവൈഡ് ചെയ്യുന്ന വഴിയാണ് ഈ ഒരു രോഗം പിടിപെടുന്നത്. ക്യാൻസർ ഈസ് കോസ്ഡ് ബൈ ദ അൺകൺട്രോൾഡ് ഡിവിഷൻ, അതായത് അനിയന്ത്രിതമായിട്ടുള്ള കോശ വിഭജനം വഴി അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് സെൽസ് വഴി ഇത് മൾട്ടിപ്ലൈ പെരുകി മറ്റുള്ള ടിഷ്യൂസിലേക്ക് അത് സ്പ്രെഡ് ചെയ്യുന്ന ആ ഒരു രോഗാവസ്ഥയാണ് ക്യാൻസർ. Cancer is caused by the uncontrolled division of cells and their spread to other tissues. The normal cell get transformed into cancerous cells when the control system of cell division fails. അപ്പോൾ ഈ ഒരു സാധാരണ സെൽസ് ക്യാൻസർ സെൽസ് ആയിട്ട് എങ്ങനെയാണ് മാറുന്നത്? ഈ ഒരു ഡിവിഷൻ പ്രോസസ്സിൽ എന്താണ്, ഇത് കൺട്രോൾ ചെയ്യുന്ന ആ ഒരു കൺട്രോൾ സിസ്റ്റത്തിന്റെ തകരാറ് ആണ് ഈ ഒരു സാധാരണ സെൽസും ക്യാൻസർ സെൽസായി മാറുന്നത്. പറഞ്ഞത് മനസ്സിലായോ? ദ നോർമൽ സെൽസ് ഗെറ്റ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ക്യാൻസറസ് സെൽസ്. സാധാരണ സെൽസ് ക്യാൻസറസ് സെൽസ് എങ്ങനെയാണ് ആവുന്നത്? വെൻ ദ കൺട്രോൾ സിസ്റ്റം ഓഫ് ദ സെൽ ഡിവിഷൻ ഫെയിൽസ്. സെൽ ഡിവൈഡ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്ന ഒരു കൺട്രോൾ സിസ്റ്റം ഉണ്ട്. ആ കൺട്രോൾ സിസ്റ്റത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുന്നത് വഴിയാണ് നോർമൽ ആയിട്ടിരിക്കുന്ന സെൽസും ഏത് സെൽസ് ആവുന്നത്? ക്യാൻസറസ് സെൽസ് ആവുന്നത്. This may due to the environmental factors, smoking, radiations, virus, hereditary factors, etc. ഇത് എന്തൊക്കെ കൊണ്ട് സംഭവിക്കാം? എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, അതായത് പരിസ്ഥിതി ഘടകങ്ങൾ വഴിയും, സ്മോക്കിംഗ് പുകവലി, റേഡിയേഷൻസ് നമ്മുടെ UV റേഡിയേഷൻസ് ഒക്കെ ഇല്ലേ, അതുപോലെയുള്ള വികിരണങ്ങൾ, വൈറസ്, പിന്നെ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ പാരമ്പര്യമായിട്ടുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ. ഇത് വഴിയൊക്കെയാണ് ഈ ഒരു ക്യാൻസർ എന്ന രോഗം പിടിപെടുന്നത്. ഓക്കെ, this disease may be complicated into the spread of cancer cells to other parts of the body through blood and limbs. അപ്പോൾ ഈ ഒരു അവസ്ഥ, ഈ ഒരു ക്യാൻസറിന്റെ അവസ്ഥ കൂടുതൽ കോംപ്ലിക്കേറ്റ് ആവുന്നത് ഏത് വഴിയാണ്? ഇത് ഈ ബ്ലഡ്, ലിംഫ്, ബോഡി ഫ്ലൂയിഡ്സിൽ കൂടി മറ്റ് ബോഡി പാർട്സിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യുന്നത് ഈ ഒരു രോഗാവസ്ഥ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്തൊക്കെ വഴിയാണ് ഈ ഒരു ഡിസീസ് കോംപ്ലിക്കേറ്റഡ് ആവുന്നത്? സ്പ്രെഡ് ഓഫ് ദി ക്യാൻസർ സെൽസ് ടു അതർ പാർട്സ് ഓഫ് ദ ബോഡി. ഈ ക്യാൻസർ സെൽസ് മറ്റ് ബോഡി പാർട്സിലേക്ക് സ്പ്രെഡ് ആവുന്നു. ഏത് വഴി? ത്രൂ ബ്ലഡ് ആൻഡ് ലിംസ്. നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് ആയിട്ടുള്ള ബ്ലഡിൽ കൂടിയും ലിംഫിൽ കൂടിയും മറ്റ് ബോഡി പാർട്സുകളിലേക്ക് അത് എന്ത് ചെയ്യുന്നു? സ്പ്രെഡ് ചെയ്യുന്നു. അതുവഴി ഈ ഒരു ഡിസീസ് കോംപ്ലിക്കേറ്റഡ് ആകും. അപ്പോൾ ഇലസ്ട്രേഷൻ 4.7 കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നോർമൽ സെൽസും ക്യാൻസറസ് സെൽസും തമ്മിലുള്ള വ്യത്യാസം. കണ്ടോ ആ പിക്ചറിൽ? ഓക്കെ, നെക്സ്റ്റ്, സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി എക്സെട്ര ആർ എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ. അതായത് സർജറി വഴിയും കീമോതെറാപ്പി വഴിയും റേഡിയേഷൻ തെറാപ്പി വഴിയും ഒക്കെ ഈ ക്യാൻസർ ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ട്. As recovery from the disease is difficult if the disease become severe. ഈ ഒരു ഡിസീസ് അങ്ങ് സിവിയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂല? ഈ ഒരു ഡിസീസിൽ നിന്നും ഒരു റിക്കവറി, ഒരു രോഗമുക്തി വളരെ പ്രയാസകരമാണ്. Early diagnosis of the disease is crucial in the treatment of cancer. ഈ ഒരു ക്യാൻസർ ഉണ്ടെന്ന് നേരത്തെ തിരിച്ചറിയുക വഴി മാത്രമേ ഈ ഒരു ക്യാൻസർ നമുക്ക് ക്യാൻസറിൽ നിന്നൊരു മുക്തി നേടാൻ സാധിക്കും. നേരത്തെ ഉള്ള ആ ഒരു തിരിച്ചറിയലും നേരത്തെ തൊട്ട് ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തു വരികയാണെന്നുണ്ടെങ്കിൽ ക്യാൻസറിനെ നമുക്ക് എന്ത് ചെയ്യാം? വളരെ എളുപ്പത്തിൽ പ്രതിരോധിക്കാം. അപ്പോൾ ഏതൊരു അസുഖമായാലും അത് തന്നെ ഏർലി ഡയഗ്നോസിസ് ഈസ് ക്രൂഷ്യൽ.
SSLC ബയോളജി ചാപ്റ്റർ 4 കീപ്പിംഗ് ഡിസീസസ് എവേ എന്ന ചാപ്റ്ററിൻ്റെ ഫുൾ റിവിഷൻ ഫോക്കസ് ഏരിയ ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ട്രീറ്റ്മെൻറ്റ്. പ്രതിരോധമാണ് ചികിത്സയേക്കാൾ നല്ലത്. ഓക്കെ, സ്റ്റേ സേഫ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.